ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് അറബ് നാറ്റോയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രഹസ്യ കൂടിക്കാഴ്ച നടക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറുവശത്ത് നെതന്യാഹു US-ലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് അറബ് നാറ്റോയുമായി ഇപ്പോൾ ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. തുർക്കിയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ സൂചന നൽകി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ കൊണ്ടുപിടിച്ചുള്ള കൂടിക്കാഴ്ച അറബ് നാറ്റോയുമായി നടക്കുന്നത്. പോരാത്തതിന് US-ലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. US പ്രസിഡന്റ് ട്രംപ് ഇസ്ലാമിക രാജ്യങ്ങളെ നേതാക്കളെ രഹസ്യ ചർച്ചകൾക്കായി ന്യൂയോർക്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദോഹ യോഗത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക് നാറ്റോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് മുതൽ ഡൊണാൾഡ് ട്രംപ് ആശയക്കുഴപ്പത്തിലായിരുന്നു. അതിനാൽ ഇപ്പോൾ ഒരു രഹസ്യ കൂടിക്കാഴ്ച പരിഗണിക്കപ്പെടുന്നു. ട്രംപുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്റ്റ്, ജോർദാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ സാന്നിധ്യം ഇസ്ലാമാബാദ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച പ്രാദേശിക അന്തർദേശീയ സമാധാനവും സുരക്ഷയും ചർച്ച ചെയ്യാനാണെന്നാണ് പ്രസ്താവനയിൽ ഇപ്പോൾ വ്യക്തമായി പറയുന്നത്. എന്നിരുന്നാലും ട്രംപ് വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നതിന് 6 ദിവസം മുമ്പാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതിനർത്ഥം ട്രംപ് ഒരു വശത്ത് മുസ്ലിം നേതാക്കളുമായും മറുവശത്ത് ഇസ്രായേൽ നേതാക്കളുമായും സംസാരിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായി ഗാസ ഒരു യുദ്ധക്കളമാണ്. 60,000-ലധികം ആൾക്കാരാണ് ഗാസയിൽ മരണപ്പെട്ടത്. ആശുപത്രികൾ, സ്കൂളുകൾ, വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങൾ ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആൾക്കാർ കുടിയിറക്കപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. നാശത്തിനിടയിൽ കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ഇതൊരിക്കലും സംഭവിക്കില്ല. ട്രംപ് തീ അണയ്ക്കാനാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത് എന്ന് മറുവശത്ത് ഒരു വലിയ വാർത്തയുണ്ട്. പോരാത്തതിന് മുസ്ലിം നേതാക്കളുടെ മാനസികാവസ്ഥ വ്യക്തമാണ്. ട്രംപ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണോ ട്രംപ് അവിടെ നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മറുവശത്ത് ഗസ ഒഴിപ്പിക്കാതെ ആയുധം താഴെ വയ്ക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് നേതാക്കൾ എവിടെയുണ്ടെങ്കിലും അവരെ വേട്ടയാടി പിടിക്കുമെന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉഗ്രശബ്ദം എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ യുദ്ധത്തിൻ്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് മുന്നിൽ കാണാനായി സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.